ഇത് കണ്ടോ, ഒരു ചെറിയ കുമ്പളങ്ങ, നെയ്ക്കുമ്പളങ്ങ. ഇതുകൊണ്ട് നമുക്കിന്നൊരു തോരൻ വെക്കാം. ഒരല്പം പച്ചപ്പയർ ഇട്ട്. കുമ്പളങ്ങ 4ആയിട്ട് കീറി, ചെത്തിയിട്ടോ കേട്ടോ, ചെത്തി 4ആയിട്ട് കീറി ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ കീറിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. നമ്മുടെ കുമ്പളങ്ങ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പയറും ഞാനിവിടെ പൊളിച്ചും ഞുറുക്കിയും ഒടിച്ചും പൊളിച്ചും ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് പയറും കൂടെ ചേർത്ത് കൊടുക്കാം. പയർ കഴുകി വാരി ഇതിനകത്തേക്ക് ഇട്ടതേ ഉള്ളൂ കേട്ടോ. ഇതിനകത്തല്ല നമ്മൾ വെക്കുന്നത്, മൺചട്ടിയിലാണ്. ഈ ചട്ടിയിലായിരുന്നു പയർ, അതുകൊണ്ട് നമുക്ക് ഈ ചട്ടി ഒഴിവാക്കി കൊണ്ടുവരാം. കുമ്പളങ്ങയും പയറും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കി കൊണ്ടുവരാം. അരപ്പിനുള്ള സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. ഉള്ളി, മുളക്, തേങ്ങ, മഞ്ഞൾ. ഇത് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അരയ്ക്കുന്നില്ല, ഒതുക്കിയെടുക്കുന്നതേ ഉള്ളൂ. അരപ്പ് റെഡിയായിട്ടുണ്ട്. നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം ഉപ്പും കൂടെ ചേർക്കാം. കുമ്പളങ്ങയല്ലേ, വെള്ളമൊന്നും ചേർക്കണ്ട. കുമ്പളങ്ങയല്ലേ, നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഒന്ന് ഉപ്പും, അരപ്പെല്ലായിടത്തും പിടിക്കാനല്ല, ഉപ്പൊന്ന് ജസ്റ്റ് എല്ലായിടത്തും ഉപ്പൊന്നാകാൻ മാത്രം ഒന്ന് ഇളക്കിയിട്ടിട്ടുണ്ട്. തീയും കത്തിച്ചു, മൂടി വെച്ചു. ഇനി അവിടെ ഇരുന്ന് വേവട്ടെ. വെന്ത് വരുമ്പോൾ നമുക്കൊരൽപ്പം എണ്ണ ഒഴിച്ച് കറിവേപ്പിലയിട്ട് ഇളക്കി വെള്ളം വറ്റിച്ച് വാങ്ങാം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിടണം, ഇല്ലെങ്കിൽ കുമ്പളങ്ങയുടെ വെള്ളം ഇറങ്ങുന്നുണ്ടോ എന്ന് നമുക്കറിയണ്ടേ. വേവാനുള്ള വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല. കുമ്പളങ്ങ കഴുകി വരി വെള്ളം മാത്രമേ ഉള്ളൂ. കുമ്പളങ്ങയും പയറിനും ആവി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്ക് കുമ്പളങ്ങ വെള്ളം പറ്റിയ നിർത്താറായോ എന്നൊക്കെ നോക്കാം. ഉപ്പുണ്ടോ? പയറിൻ്റെയൊക്കെ കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ പയറൊക്കെ വെന്തു. ഉപ്പുണ്ട്, നല്ല രുചിയുണ്ട്. നമുക്ക് കറിവേപ്പില ഇടണം. ചട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നതിൻ്റെ, ഒരു മൺചട്ടിക്കകത്തായതുകൊണ്ട് വെള്ളം ഒക്കെ നല്ലപോലെ തോർന്ന് വന്നോളും. നിർത്തിക്കഴിഞ്ഞാൽ സ്റ്റൗ ഓഫാക്കിയാലും ചട്ടിയുടെ ചൂട് കൊണ്ടും പിന്നെ കൂടുതൽ വെള്ളം വരുന്നത് ചട്ടി വലിച്ചെടുത്തൊക്കെ തോരൻ നല്ല തോർന്ന് തന്നെ ഇരിക്കും. പേര് പോലെ തോർന്നിരുന്നോളും. പിന്നെ നമുക്കൊരു സ്പൂൺ എണ്ണ ഒഴിക്കാം. തേങ്ങ നല്ലപോലെ ചേർത്തത്, അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ എണ്ണയെ ഒഴിക്കുന്നുണ്ട്. നമുക്ക് സ്പൂൺ ഇട്ട് മൂടി വയ്ക്കാം. നമുക്ക് കറി എന്തായാലും നോക്കാം. നന്നായിട്ട് തോന്നിട്ടുണ്ട്. തുറന്നവിടെ ഇരിക്കട്ടെ. സ്റ്റൗ ഓഫാക്കിയേക്കാം.